ക്കാൻ വേണ്ടി ഇന്ന് ഞാൻ ഒരു വീട്ടിലൊരു രോഗിയെ കാണാൻ വേണ്ടി രാവിലെ സുബഹി കഴിഞ്ഞു പോയപ്പോ സുബ്ഹാനല്ലാഹ് ആ വീടിന്റെ ഒരു സൈഡ്, ഫ്രണ്ടിൽ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ മുള നട്ടുവെച്ചിരിക്കുന്നു. മുള എന്ന് പറഞ്ഞാൽ ആ മരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്താണ് ഇങ്ങനെ മുള നട്ടുവെച്ചിരിക്കുന്നത്? അത് ഉസ്താദെ, അപ്പുറത്ത് ഓപ്പോസിറ്റ് താമസിക്കുന്നവരെ ആയില്യം നാളുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുള വെച്ച് പിടിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കെന്ത് നാള്! അത് കുഫിരിയത്തിന്റെ അഹ്ലുൽ കുഫറിന്റെ വിശ്വാസമാണ്. നമ്മൾ അങ്ങനെ വിശ്വാസം വെക്കാൻ പാടില്ല. ഒരു മുള നമ്മുടെ മുമ്പിൽ നട്ടുവെച്ചാൽ കണ്ണേറ് ബാധിക്കുകയില്ല എന്ന വിശ്വാസം അത് മറ്റു മതക്കാരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം മാർഗങ്ങൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാള് ആയില്യം നാളുകാരനായതുകൊണ്ട് അയാളെ നശിപ്പിക്കാനോ അയാളെ പ്രാകാനോ നമുക്ക് പറ്റുമോ? അല്ലാഹുവല്ലേ പടച്ചത്, അല്ലാഹുവല്ലേ നമ്മളെ പടച്ചത്. ഓരോരുത്തരെയും ഇന്ന സമയത്ത്, ഇന്ന ദിവസത്തിൽ, ഇന്ന മാസത്തിൽ പടച്ചതാരാണ്? ഖാലിഖായ റബ്ബല്ലേ. അപ്പോ അത് ശരിക്കും റബ്ബിനെ പഴിക്കലല്ലേ, റബ്ബിന്റെ മേൽ പഴിച്ചാരലല്ലേ. അതുകൊണ്ട് അത്തരം അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ മുഅ്മിനീങ്ങൾ വെച്ച് പുലർത്താൻ പാടില്ല. മുഅ്മിനീങ്ങൾക്ക് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ പല മെഡിസിനും പല മന്ത്രങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത് മുത്തുനബി? ആ മുത്തുനബിയാണ് നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്. ആ മുത്തുനബി ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാൻ കഴിയില്ല. ആ മുത്തുനബിയാണ് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ബോധനം നൽകിയത്. ആ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബിയാണ് ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നതാരാണ്? ആ മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ മുത്തുനബി തങ്ങൾ പറഞ്ഞതല്ലേ, പറയുന്നതല്ലേ നമ്മൾ കേൾക്കേണ്ടത്, നമ്മൾ പാലിക്കേണ്ടത്, ജീവിതത്തിൽ പകർത്തേണ്ടത്. അതൊക്കെ കാറ്റിൽ പറത്തി വേറെ ആരൊക്കെയോ പറയുന്നത് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് കുഫിരിയത്തിന്റെ വിശ്വാസമാണ്, കുഫിരിയത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും ആ വിശ്വാസം ഏറ്റെടുക്കാൻ പാടില്ല. അത് അവരുടെ മതക്കാര് ചെയ്തോട്ടെ, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആയില്യക്കാരനെ പേടിച്ചിട്ട് വമ്പൻ മതില് കെട്ടി മറയ്ക്കുന്നു, ആയില്യക്കാരനെ പേടിച്ചിട്ട് വീടിന്റെ മുമ്പിൽ പുളിമരം നട്ടുവെക്കുന്നു, ചിലര് പ്ലാവ് നട്ടുവെക്കുന്നു, ചിലര് മുള നട്ടുവെക്കുന്നു, ചിലര് എന്താണ് ഈ നെല്ലിമരം നട്ടുവെക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം അവിശ്വാസങ്ങളാണ്, അനാചാരങ്ങളാണ്. അതൊക്കെ നമ്മൾ വിശ്വാസികൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോ കണ്ണേറിനെ തൊട്ട് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ മജ്ലിസ്